السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ റമളാനിന് മുമ്പ് നാം ഈ കിതാബിൻ്റെ ദർസ് നിർത്തുമ്പോൾ അതിൽ വായിച്ചിരുന്ന ബാബു മാ ജാഅ അന്ന സബബ കുഫ്രി ബനി ആദം വതർകിഹിം ദീനഹും ഹുവൽ ഗുലുവ്വു ഫിസ്സാലിഹീൻ. മനുഷ്യരിൽ കുഫ്ർ സംഭവിക്കാൻ, അതുപോലെ ശിർക്ക് സംഭവിക്കാൻ, അവരുടെ ദീനിൽ നിന്ന് അവർ തെറ്റിപ്പോകാൻ അതിനെല്ലാം കാരണമായ പ്രധാനപ്പെട്ട കാര്യം അൽ ഗുലുവ്വു ഫിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞതാണ്. അവർ സ്വാലിഹീങ്ങൾക്ക് നൽകേണ്ടതിനേക്കാൾ അമിതമായ രീതിയിൽ ഗുലുവ് സംഭവിച്ചതുകൊണ്ടാണ് എന്നുള്ള ബാബിൽ ആദ്യത്തെ ആയത്തും അതുപോലെ തന്നെ പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലേക്ക് ശിർക്ക് വന്നെത്തിയത് എന്ന് കൊടുക്കുന്ന ഒരു റിവായത്തുമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ നിർത്തുമ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ബാബിലെ അടുത്ത ഹദീസാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്വാലിഹീങ്ങൾക്ക് കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ അവർക്ക് ഒരു പദവി കൊടുത്ത് അവരിലേക്ക് ഇബാദത്തുകൾ തിരിച്ചുവിടുന്ന അവസ്ഥയിലായിട്ടാണ് മനുഷ്യരിൽ ശിർക്കും കുഫറും എല്ലാം കടന്നു വന്നിട്ടുള്ളത്. ഈ ബാബിലെ അടുത്ത ഹദീസ് വഅൻ ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല لا تطروني كما أطرت النصارى ابن مريم إنما أنا عبد فقولوا عبد الله ورسوله. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള അതുപോലെ സഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. ഇവിടെ ലാ തുറൂനി അൽ ഇത്റാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്ഹ് ചെയ്യുന്നതിൽ, ഒരാളെ പുകഴ്ത്തുന്നതിൽ, ഒരാളെ പ്രശംസിക്കുന്നതിൽ പരിധി വിട്ടുകൊണ്ട് ഒരാൾക്ക് അർഹമായ നിലക്ക് അപ്പുറത്തേക്ക് പ്രശംസിക്കുന്നതിന്, കളവായ രീതിയിൽ പ്രശംസിക്കുന്നതിനാണ് ഇത്റാ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുറൂനി, എന്നെ നിങ്ങൾ അതുപോലെ പരിധി വിട്ടുകൊണ്ട് പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഏതുപോലെ? കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, നസാറാക്കൾ, ക്രൈസ്തവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ, ഈസാ ഇബ്നു മറിയമിനെ പരിധി വിട്ട് പുകഴ്ത്തിയതുപോലെ. നമുക്കറിയാം ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച റൂഹകളിൽ ഒരു റൂഹാണ്. മറിയം അലൈഹി ഇസ്ലാമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തതാണ്. എന്നാൽ നസാറാക്കൾ പരിധി വിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞു. ചിലർ ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെയാണ് അള്ളാഹു എന്ന വാദം പറഞ്ഞു. ചിലർ മൂന്നിലൊന്നാണ് എന്ന നിലക്ക് ത്രിയേകത്വം എന്നുള്ള പരിചയമില്ലാത്ത ഒരു വിശ്വാസം കെട്ടിപ്പടുക്കുകയും ചെയ്തു. അപ്പൊ എന്ത് പറഞ്ഞാലും ഈസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കേണ്ട ഒരു സ്ഥാനത്തിനേക്കാൾ അപ്പുറത്തേക്ക് പരിധി വിട്ട് പുകഴ്ത്തിയതിന്റെ ഫലമാണത് ഉണ്ടായത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നസാറാക്കൾ അത് ചെയ്തതുപോലെ നിങ്ങൾ എന്നെ ചെയ്യരുത്, എന്നെ പരിധി വിട്ടുകൊണ്ട് പുകഴ്ത്തുന്ന, പരിധി വിട്ടുകൊണ്ട് പ്രശംസിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. തീർച്ച, അതിൽ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എല്ലാ നബിമാരുടെയും മലക്കുകളുടെയും എല്ലാ മനുഷ്യരുടെയും എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് ഞാൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന് നസാറാക്കൾ ഉലൂഹിയത്തിന്റെ ഭാഗം വിട്ടുകൊടുത്തു. അവർ ഇലാഹാണെന്ന നിലക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന നിലക്കൊക്കെ പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു അതിര് കവിയൽ, ഗുലൂവ് സ്വാലിഹ്യങ്ങളുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നബിമാരുടെ വിഷയത്തിലല്ല, അങ്ങനെ ഒരു ഗുലൂവ് സംഭവിക്കരുത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് ആ ഒരു സ്ഥാനം അഥവാ അള്ളാഹു നൽകിയിട്ടുള്ള അബ്ദും റസൂലും എന്നുള്ള സ്ഥാനത്തിനപ്പുറത്തേക്ക് പുകഴ്ത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളിലേക്ക് ശിർക്ക് കടന്നു വരുന്ന എല്ലാ ഭാഗങ്ങളും അടച്ചിട്ടാണ് ഈ ദീന് പൂർത്തീകരിച്ച് പോയിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ചില ആളുകൾ, ഇന്ന് കാലത്ത് മുസ്ലിം പേരുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, തേടുന്ന അവസ്ഥകളെല്ലാം നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു പരിധി വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന, പ്രശംസിക്കുന്ന മാല മൗലീദുകൾ പാടുന്നത്. എന്നിട്ട് അത് പറയുന്ന എന്താണ്? അത് മദ്ഹ് ചെയ്യലല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലല്ലേ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പോ നസാറാക്കൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് കാണിച്ചത് അങ്ങനെയാന്ന് പറയേണ്ടി വരും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിധി ലംഘിച്ചുകൊണ്ട് ഗുലൂവ് ഉള്ള അവസ്ഥയിൽ അതൊന്നും ചെയ്യരുത് എന്ന് വിരോധിച്ചിട്ടുണ്ട്. അടുത്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വൽ ഗുലൂവ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകും വൽ ഗുലൂവ, ഗുലൂവിനെ, പരിധി വിടുന്നതിനെ, നിങ്ങൾ അതിര് ലംഘിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവർ അവർ നശിക്കാനുണ്ടായ കാരണം അൽ ഗുലൂവ്, പരിധി ലംഘിക്കലാണ്. ഇവിടെ പരിധി ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിലും ഉണ്ടാകും, കർമ്മത്തിലും ഉണ്ടാകും. വിശ്വാസത്തിലുള്ള അതിര് കവിയലാണ് ഈ ഒരു ഹദീസ്, ഈ ഒരു കിതാബിൽ കൊണ്ടുവരുന്നതിലൂടെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഉദ്ദേശിക്കുന്നത്. കർമ്മങ്ങളുമുണ്ട് അതിര് കവിയൽ, അതായത് ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. ഒരാൾ നിസ്കാരം നല്ലൊരു ഇബാദത്താണ്, അയാൾ എപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുലൂവാണ്, അതിൽ കാര്യമില്ല. അയാൾക്ക് വീട്ടിൽ കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്, അയാളുടെ കീഴിലുള്ള അയാളുടെ കുടുംബത്തിന് എല്ലാ ചെലവിന് കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ കാര്യങ്ങൾ. ഇപ്പൊ നോമ്പ് നല്ലൊരു ഇബാദത്താണ്, അയാൾ എല്ലാ ദിവസവും നോമ്പ് നോറ്റ് അയാൾ വീട്ടേണ്ട ഹക്കുകൾ വീട്ടാതിരിക്കുക എന്ന് വിചാരിച്ചാൽ, ഇപ്പൊ രാത്രി നിസ്കാരം നല്ലൊരു ഇബാദത്താണ്, അത് അയാൾ ഉറങ്ങുന്നില്ല, എല്ലാ സമയത്തും രാത്രി നിസ്കരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹക്കുകളും അയാളുടെ മേലെ നിർബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും വീട്ടാൻ പറ്റൂല. അപ്പോൾ അമലുകളിൽ ഗുലൂവുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ ഗൗരവത്തിലുള്ള വിശ്വാസത്തിലുള്ള ഗുലൂവ്, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിനേക്കാൾ അപ്പുറത്തേക്കുള്ള സ്ഥാനം കൊടുത്ത് അവരെ മദ്ഹ് ചെയ്ത് അതിൽ ലംഘിച്ചുകൊണ്ടുണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഗുലൂവ് എന്നുള്ളത് മുൻഗാമികൾ നശിക്കാനുള്ള കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അടുത്ത ഹദീസ്, വലി മുസ്ലിമിൻ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, സഹീഹ് മുസ്ലിമിലെ ഒരു റിവായത്താണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലകൽ മുതനത്തിഊൻ, മുതനത്തിഈങ്ങൾ നശിച്ചിരിക്കുന്നു. മുതനത്തിഊൻ എന്ന് പറഞ്ഞാൽ ഗുലൂവുള്ള ആളുകൾ എന്നുള്ള ആശയത്തിലാണ്. ഏതൊരു കാര്യത്തിലും അതിന്റെ എക്സ്ട്രീം ആയിക്കൊണ്ട് അതിന്റെ കൂടുതലായി പോകുന്നത്, സംസാരത്തിലാവട്ടെ പ്രവർത്തനത്തിലാവട്ടെ ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഏത് വിഷയത്തിലും വസതിയത്താണ് ദീന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ സ്വാലിഹീങ്ങളുടെ വിഷയത്തിലുള്ള ഗുലൂവ് ആളുകളെ ശിർക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ബാബിന്റെ ഷർഹായിക്കൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് വായിക്കുന്നത്. ബാബു അന്ന സബബ കുഫ്രി ബനി ആദം വതർകിഹിം ദീനഹും ഹുവൽ ഗുലൂവ് ഫിസ്സാലിഹീൻ. ബാബിനെ പറ്റി പറയാണ്. വൽ ഗുലൂവ്, ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഗുലൂവ് എന്ന് പറഞ്ഞാൽ هو مجاوزة الحد بأن يجعل للصالحين من حقوق الله الخاصة به شيء. ഗുലൂവ് എന്നുകൊണ്ട് ഈ ബാബിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാലിഹീങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിനാണ് ഇതിൽ ഗുലൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. فإن حق الله الذي لا يشاركه فيه مشارك, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില അവകാശങ്ങളുണ്ട്, ഒരു പങ്കുകാരനും പങ്കു ചേരാത്ത അവകാശങ്ങൾ. ഏതാണ്? ഹുവൽ കമാലുൽ മുത്ലഖ്,
നിരുപാധികമുള്ള പരിപൂർണത, വൽ ഗിനൽ മുത്ലഖ് നിരുപാധികമുള്ള ധന്യത, ഗനി എന്നുള്ള പദവി, വതസർറുഫുൽ മുത്ലഖ് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം, മിൻ ജമീഇൽ വുജൂഹ് എല്ലാ രീതിയിലും പൂർണ്ണമായ അധികാരവും പരിപൂർണതയും ധന്യതയും അതുപോലെ തന്നെ നിയന്ത്രണവും എല്ലാം ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. വഅന്നഹു ലാ യസ്തഹിഖുൽ ഇബാദ വതഅല്ലഹു അഹദുൻ സിവാ അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് പുറമെ മറ്റൊരാളിലേക്കും ഇബാദത്ത് ചെയ്യുക, മറ്റൊരാളെ ഇലാഹാക്കുക വേറൊരാളും അതിന് അർഹനാവുകയില്ല. ഫമൻ ഗലാ ബിഅഹദിൻ മിനൽ മഖ്ലൂഖീൻ ആരെങ്കിലും സൃഷ്ടികളിൽ ഒരാളുടെ വിഷയത്തിൽ ഗുലൂവിലാവുകയാണ്, അതിര് കവിയുകയാണ്, ഹത്താ ജഅല ലഹു നസീബൻ മിൻ ഹാദിഹിൽ അഷ്യാ ഈ പറഞ്ഞ അല്ലാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ അവർ ഏതെങ്കിലും സൃഷ്ടിയിൽ അതിര് കവിയുകയാണ് എങ്കിൽ ഫഖദ് സാവാ ബിഹി റബ്ബൽ ആലമീൻ വദാലിക അഅ്മമു ശിർക്ക് അവരെന്ത് ചെയ്തു? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു സമനെ ഉണ്ടാക്കി, അല്ലാഹുവിനോട് സമനായിക്കൊണ്ട് ഒരാളെ ഉണ്ടാക്കി. അത് ഏറ്റവും വലിയ ശിർക്കാണ്. വമൻ റഫഅ അഹദൻ മിനസ് സാലിഹീന ഫൗഖ മൻസിലതിഹി ആരെങ്കിലും ഒരു സാലിഹായ ഒരു വ്യക്തിയെ അവന്റെ സ്ഥാനത്തിനേക്കാൾ അല്ലദീ അൻസലല്ലാഹു ബിഹാ അല്ലാഹു തആല അവന് നൽകിയിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാൾ ഉന്നതമായ രീതിയിലേക്ക് ഉയർത്തി കാണിക്കുകയാണെങ്കിൽ ഫഖദ് ഗലാ ഫീഹി വദാലിക വസീലത്തുൻ ഇല ശിർക്കി വതർക്കിദ്ദീൻ അതിൽ ആ വിഷയത്തിൽ അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു. അത് ശിർക്കിലേക്കുള്ള ഒരു മാർഗവും അവന്റെ ദീന് ഒഴിവാകാൻ, ദീന് തകർന്നു പോകാനുള്ള കാരണവുമായി തീരും. അതായത് സ്വാലിഹായ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഹക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആ സ്വാലിഹായ വ്യക്തിയെ വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ഷിർക്കിലേക്കുള്ള മാർഗമായി തീരും. ഇനി അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഇയാൾക്കുണ്ട് എന്ന് പറഞ്ഞാലോ അത് ഷിർക്കുൻ അക്ബറുമായിട്ട് മാറും. ഗുലൂ പരിധി ലംഘിക്കുക എന്നുള്ള വസീലത്തു ഷിർക്കും ആ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട് നൽകുക എന്നുള്ളത് ഷിർക്കുൻ അക്ബറുമായിട്ട് തീരും. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാ ആളുകൾ ഈ സാലിഹ്യങ്ങളുടെ വിഷയത്തിൽ 3 തരക്കാരാണ് എന്ന് പറയുകയാണ്. വന്നാസു ഫീ മുആമലത്തി സ്വാലിഹീന സലാസതു അഖ്സാമിൻ സാലിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങൾ 3 തരക്കാരാണ്. ഒന്നാമത്തേത് അഹ്ലുൽ ജഫാ الذين يحضمونهم حقوقهم ولا يقومون بحقهم من الحب والموالاة لهم والتوقير والتبجيل സ്വാലിഹ്യങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥാനങ്ങളൊന്നും നൽകാത്തവർ, അഥവാ സ്വാലിഹ്യങ്ങളോടുള്ള അവകാശങ്ങളെ ഒന്നും നൽകാതെ അതിനെല്ലാം വകവെക്കാതെ ആ സ്വാലിഹ്യങ്ങളോടുള്ള ഇഷ്ടം വകവെക്കാതെ അവരുമായിട്ടുള്ള ബന്ധം വെക്കാതെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നൽകാതെ അതെല്ലാം പാഴാക്കി കളയുന്ന ആളുകൾ, അങ്ങനെയാണ് ഒന്നാമത്തെ കൂട്ടം. അവർ വിചാരിക്കുന്നത് സ്വാലിഹ്യങ്ങളായ ആളുകളൊന്നുമില്ല, അവർക്ക് പ്രത്യേക ഒരു സ്ഥാനമില്ല, അള്ളാഹുവിന് വലിയകളൊന്നുമില്ല, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളില്ല, അങ്ങനെ പറഞ്ഞ് അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനവും അവരോടുണ്ടാകേണ്ട ഇഷ്ടമോ അവരോടുണ്ടാകേണ്ട സ്നേഹമോ അവർക്ക് കൊടുക്കേണ്ട ആദരവോ ഒന്നും നൽകാത്ത ആളുകൾ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, അള്ളാഹുവിന്റെ വലിയകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള സ്വഹാബികളാണ്. അവർക്കൊരു പദവിയുണ്ട്, അവർക്കൊരു സ്ഥാനമുണ്ട്, അത് നമ്മൾ വകവെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ യഥാർത്ഥ ഹക്കിലായിക്കൊണ്ടുള്ള യഥാർത്ഥ മനഹജിലായിക്കൊണ്ടുള്ള ഉലമാക്കൾ അവർ അള്ളാഹുവിന്റെ വലിയകളാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളോടുള്ള ഇഷ്ടം ഇതെല്ലാം ഉണ്ടാകണം. അതൊന്നുമില്ലാതെ ഇതൊന്നും വകവെച്ച് കൊടുക്കാത്ത ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ വഹ്ലുൽ ഗുലൂ പരിധി വിടുന്ന ആളുകൾ, الذين يرفعونهم فوق منزلتهم التي أنزلهم الله بها അള്ളാഹു സ്വാലിഹ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനത്തിനേക്കാൾ പരിധി വിട്ടുകൊണ്ട് ആ സ്വാലിഹ്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്ന ആളുകൾ. മൂന്നാമത്തെ കൂട്ടർ വഅഹ്ലുൽ ഹഖ് ഹഖിന്റെ ആളുകൾ, الذين يحبونهم ويوالونهم ويقومون بحقوقهم الحقيقية ആരാണ് അവർ? ഹഖിന്റെ ആളുകൾ ആരാണ്? ആ സ്വാലിഹ്യങ്ങളോട് അവരോട് ഇഷ്ടമുണ്ടാകും, അവരോടുമായി അടുത്ത ബന്ധം വെക്കുന്നവരായിരിക്കും, അവർക്കുള്ള അവകാശങ്ങൾ യഥാർത്ഥത്തിൽ വകവെച്ചു കൊടുക്കുന്നതായിരിക്കും. വലാകിന്നഹും പക്ഷേ യബ്റഊന മിനൽ ഗുലൂവി ഫീഹിം വഇദ്ദിആഇ ഇസ്മതിഹിം അവരുടെ വിഷയത്തിൽ പരിധി ലംഘിക്കാതെ ആയിരിക്കും അവർ ചെയ്യുക. അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട രീതിയിലുള്ളതോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പദവികളോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ ഒന്നും പറയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പറയണതാണ്, ഇന്ന വലിയ ഖുതുബുൽ ആലമാണ്, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ് പിന്നെ ഇന്ന നിയന്ത്രിക്കുന്ന ആളാണ്, ഇന്ന പറയുന്ന ആളാണ്, അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ഗുലൂവാണ്. അതിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ശിർക്കാണ്, ഒരു സംശയമില്ല.
പക്ഷേ ഹക്കിന്റെ ആളുകൾ വലിയകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം, സ്വാലിഹീങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം അതെല്ലാം കൊടുക്കും, പക്ഷേ പരിധി ലംഘിക്കുകയില്ല. വസ്വാലിഹൂന അയ്വൻ, സ്വാലിഹീങ്ങളായിട്ടുള്ള വ്യക്തികളും അവരും എങ്ങനെയായിരിക്കും? യതബറഊന മിൻ അയ്യദ്ഉ ലിഅൻഫുസിഹിം ഹഖ്ഖൻ മിൻ ഹുഖൂഖി റബ്ബിഹിമിൽ ഖാസ, അവരൊരിക്കലും അവരുടെ സ്വന്തത്തിലേക്ക് എന്ത് പറയില്ല? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു അവകാശം എനിക്കുമുണ്ട് എന്ന് പറയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ സ്വാലിഹാണ് എങ്കിൽ ഒരിക്കലും അയാൾ എന്ത് പറയില്ല? അള്ളാഹുവിന് അവകാശപ്പെട്ട ഒരു കാര്യം അതെനിക്കുണ്ട് എന്ന് പറയില്ല. നമ്മുടെ നാട്ടിലെ പല ആളുകളും ഈ ജാറത്തിന്റെയും അതുപോലെ ഔലിയാക്കളെയും അവരെ വിളിച്ച് തേടുന്നവരും അവരുടെ ഇടനിലക്കാരാകുന്ന ആളുകളും അവരൊക്കെ പറയാറുള്ള പല ചരിത്രങ്ങളും അവരുടെ വലിയ പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അവർ സ്വന്തത്തിൽ അവർ പറയുന്ന വാക്കുകൾ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ അതെല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്, ഞാനാണ് രോഗം മാറ്റുന്നവൻ, ഞാനാണ് മഴ പെയ്യിക്കുന്നവൻ, അങ്ങനെ പറയുന്ന വലിയകളാണ് അവർക്കുള്ളത്. പക്ഷേ സ്വാലിഹീങ്ങൾ എങ്ങനെയായിരിക്കും? യഥാർത്ഥ സ്വാലിഹീങ്ങൾ ഒരിക്കലും അള്ളാഹുവിന് അവകാശപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടേതായിട്ട് അവർ പറയില്ല. കമാ ഖാല അല്ലാഹു അൻ ഈസ അലൈഹിസ്സലാം, ഏതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സൂറത്തുൽ മാഇദയിലെ 116-ാമത്തെ ആയത്തിൽ സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്. നാളെ പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരും. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് നസാറാക്കളെ വെച്ചിട്ട്, നീയാണോ ഇവരോട് നിന്നെ ആരാധിക്കാൻ, നിന്റെ ഉമ്മാനെ ഇലാഹായി സ്വീകരിക്കണം, നിങ്ങൾ രണ്ടുപേരും ഇലാഹായി സ്വീകരിക്കണം, നീയാണോ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന വാക്കാണ് സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്ഖിൻ, ഹഖല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് പറയുക? നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ മുസ്ലിം പേരുള്ള ഒരു ബഹുഭൂരിഭാഗം ആളുകൾ അവർ വിശ്വസിക്കുന്നത് അവർ സ്വാലിഹ്യങ്ങളായി കാണുന്ന, അവർ വലിയകളായി കാണുന്ന, ഇന്ന ഖബറിൽ കിടക്കുന്ന, ഇന്ന ജാറിൽ കിടക്കുന്ന ആൾക്ക് ഇന്നാലിന്ന കഴിവുകളുണ്ട്, ഇന്നാലിന്ന പ്രത്യേകതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ആ വിശ്വാസം ഒരിക്കലും എന്തല്ല, ദീനുമായിട്ട് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വിശ്വാസമാണ്. അതിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് വകവെച്ച് കൊടുത്തു തുടങ്ങിയാൽ അത് ശിർക്കുൻ അക്ബറാണ്, മില്ലത്തിന് പുറത്താണ്, കാലാകാലം നരകത്തിൽ കിടക്കുന്ന കുറ്റമാണ്. എന്നിട്ട് ഇമാം ശഅദി റഹിമഹുല്ലാഹ് പറയാണ് വഅലം അന്നൽ ഹുഖൂഖ സലാസത്തുൻ, നിങ്ങൾ മനസ്സിലാക്കണം അവകാശങ്ങൾ, നാം അള്ളാഹുവിനുമായി ബന്ധപ്പെട്ട് വകവെച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ 3 തരത്തിലാണ്. ഒന്നാമത്തേത് ഹഖ്ഖുൻ ഖാസുൻ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രം നമ്മൾ കൊടുക്കേണ്ട ചില അവകാശങ്ങൾ, അത് വേറൊരാൾക്കും നൽകാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകേണ്ട അവകാശങ്ങൾ എന്താണ്? ലാ യുശാരികുഹു ഫീഹി മുശാരികുൻ, അതിലൊരു പങ്കുകാരനും വരൂല. വഹുവ തഅല്ലുഹു ലഹു വഇബാദതുഹു വഹ്ദ ലാ ശരീക ല, അതെന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യലാണ്, ഒരു പങ്കുകാരനുമില്ലാതെ. വറഗ്ബതു വൽ ഇനാബതു ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ വെക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുകയും ചെയ്യുക എന്നതാണ്. വഹ്ദഹു ഹുബ്ബൻ വ ഖൗഫൻ വ റജാഅൻ, ഇഷ്ടത്തിന്റെ വിഷയത്തിലാവട്ടെ, ഭയത്തിന്റെ വിഷയത്തിലാവട്ടെ, പ്രതീക്ഷയുടെ വിഷയത്തിലാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അതെല്ലാം വകവെച്ചു കൊടുക്കുകയുള്ളൂ. ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത് വഹഖ്ഖുൻ ഖാസുൻ ലിർറസൂൽ, നബിമാർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ചില ഹക്കുകളുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ഹക്കുണ്ട്, റസൂലുകൾക്ക് നൽകേണ്ട ഒരു ഹക്കുണ്ട്. എന്താണ്? വഹുവ തൗഖീറുഹും വതബ്ജീലുഹും വൽ ഖിയാമു ബിഹുഖൂഖിഹിൽ ഖാസ്സ, നബിമാരെ പിന്താങ്ങിക്കൊണ്ടും അവർക്ക് കൊടുക്കേണ്ട മഹത്വം നൽകിക്കൊണ്ടും അതുപോലെ തന്നെ അവരോട് നൽകേണ്ട അവകാശങ്ങൾ നൽകിക്കൊണ്ടുമുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മുറുകെ പിടിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്കെതിരായി നിൽക്കണം, അതിനെ പ്രതിരോധിക്കണം, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അത് നബിമാർക്കുള്ള അവകാശത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തേത് വഹഖുൻ മുശ്തരികുൻ, പരസ്പരം പങ്കു ചേർന്നുകൊണ്ടുള്ള ചില അവകാശങ്ങൾ. എന്താ ഉദ്ദേശം? പറയാണ് വഹുവൽ ഈമാനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലുകളിലുമുള്ള വിശ്വാസം. വതാഅത്തുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലുകൾക്കുമുള്ള അനുസരണം, അള്ളാഹുവിനുമുണ്ട് റസൂലുകൾക്കുമുണ്ട്.
മഹബ്ബത്തുല്ലാഹി വമഹബ്ബത്തു റസൂലിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട്, അള്ളാഹുവിന്റെ റസൂലുകളോടുള്ള ഇഷ്ടമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളുണ്ടോ? അനുസരണം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമുണ്ട്, ഇഷ്ടം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എന്താണ്? സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വലാകിൻ ഹാദിഹി ലില്ലാഹി അസ്ലൻ വലിർറുസുലി തബഅൻ ലിഹഖില്ലാഹ്. യഥാർത്ഥത്തിൽ നബിമാരോടുള്ള സ്നേഹം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മൾ നൽകുന്ന മഹത്വം, ആ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിനുള്ളതാണ്. നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമായി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ ആയതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അതുപോലെ അള്ളാഹുവിനും റസൂലും ഒരുമിച്ച് വരുന്ന ഈ അവകാശങ്ങൾ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിനുള്ളതും അതിന്റെ ഭാഗമായിട്ടാണ് റസൂലുകൾക്ക് വരുന്നത്. ഫാഹിലുൽ ഹഖ്, ഹഖിന്റെ ആളുകൾക്ക് യഅരിഫൂനൽ ഫുർഖാന ബൈന ഹാദിഹിൽ ഹുഖൂഖ് അസ്സലാസ്, ഈ മൂന്ന് അവകാശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടും. അതായത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് എന്താണ്, റസൂലുകൾക്ക് കൊടുക്കേണ്ടത് എന്താണ്, അതുപോലെ സ്വാലിഹീങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്താണ്, അതുപോലെ അള്ളാഹുവിനും സ്വാലിഹീങ്ങൾക്കും ഒരുമിച്ച് നൽകേണ്ടത് എന്താണ് എന്നുള്ള കൃത്യമായ വ്യത്യാസം അവർക്കറിയും. ഫയഖൂമൂന ബിഉബൂദിയത്തില്ലാഹ് വഇഖ്ലാസിദ്ദീനി ലഹു, അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ ചെയ്യും, ഇബാദത്ത് ചെയ്യും. വയഖൂമൂന ബിഹഖ് റുസുലിഹി വഔലിയാഇഹി, അള്ളാഹുവിന്റെ റസൂലുകൾക്കുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ള അവകാശങ്ങളും അവർ വകവെച്ചു കൊടുക്കും. അലിഖ്തിലാഫി മനാസിലിഹിം വമറാതിബിഹിം വല്ലാഹു അഅലം, അവരുടെ സ്ഥാനത്തിന്റെ പദവിയുടെ വ്യത്യാസം അനുസരിച്ച്. അതായത് പറഞ്ഞതിന്റെ ആകത്തുക, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന്റെ റസൂലിന് അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്, അതുപോലെ സ്വാലിഹീങ്ങൾക്ക് അവകാശപ്പെട്ടത് സ്വാലിഹീങ്ങൾക്ക്, അള്ളാഹുവിനും റസൂലിനും ഒരുപോലെ അവകാശപ്പെടുന്ന അനുസരണം, സ്നേഹം, അതെല്ലാം ഈ രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ, ഇപ്പൊ നമ്മൾ സ്വാലിഹായിട്ടുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ, ഈമാനും തഖ്വയുള്ള ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. അവർക്ക് നൽകേണ്ട മഹത്വം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവർക്ക് കൊടുക്കണം. ചില ആളുകൾ, ഇപ്പൊ പ്രത്യേകിച്ചും തൗഹീദിന്റെ ആളുകളെ, ഈ ഒരു ഹക്ക് പറയുന്ന ആളുകളെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവർ ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഔലിയാക്കളൊന്നുമില്ല, അവർക്ക് സ്വാലിഹ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ചില സമയത്ത് പറയാം അവർക്ക് ബദരീങ്ങളില്ല, ബദരീങ്ങളോട് സ്നേഹമില്ല, സഹാബികളോട് സ്നേഹമില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കാണാം. ഒരു സ്നേഹം എന്നുള്ളതിന് ഒരിക്കലും പരിധി ലംഘിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നൽകും. ഒരിക്കലും ഒരു സഹാബിയുടെ പേര് കേട്ടാൽ തർവിയത്ത് പറയാത്ത അല്ലെങ്കിൽ സഹാബിയോട് സ്നേഹമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുമോ? ഇല്ല. ബദറിൽ ഷഹീദായ ആളുകൾക്ക് അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് സഹാബികളിൽ പ്രത്യേകം സ്ഥാനവും പദവിയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ ബദർ എന്നുള്ള ആ ദിവസം അതിനെ ഓർമ്മിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അതിന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് മാത്രം. അപ്പൊ ഈ ഓരോ അവകാശങ്ങളെയും മനസ്സിലാക്കണം. അപ്പൊ ഈ ബാബിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വാലിഹ്യങ്ങളുടെ വിഷയത്തിൽ പരിധി വിടുന്ന ഗുലൂവ് സംഭവിക്കുക എന്നുള്ളത് വസീലത്തു ശിർക്കാണ്, ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ സ്വാലിഹ്യങ്ങൾക്ക് വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ശിർക്കുൻ അക്ബറുമാണ്. ഓരോരുത്തർക്കും നൽകേണ്ട അവകാശങ്ങളാണ് നൽകേണ്ടത്. അതാണ് ഈ ബാബുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്ത ബാബ്, ബാബു മാ ജാഅ മിന അത്തഗ്ലീദ് ഫീ മൻ അബദ അല്ലാഹ് ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹിൻ ഫകൈഫ ഇദാ അബദഹു. ഈ ബാബു പറയുന്നത് മാ ജാഅ മിന അത്തഗ്ലീദ് ഫീ മൻ അബദ അല്ലാഹ് ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹിൻ, സ്വാലിഹായ ഒരു വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു. ആ സ്വാലിഹായ വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു നബി എന്ന് വിചാരിക്കുക, ആ സ്വാലിഹായ വ്യക്തിയുടെ ഖബറിനടുക്കൽ വെച്ച് അള്ളാഹുവിനെ ആരാധിച്ചാൽ, ശ്രദ്ധിക്കണം, സ്വാലിഹായ വ്യക്തിയുടെ ഖബറിൽ പോയി ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുമെന്നോ ആ വ്യക്തിയോട് തേടുമെന്നോ ആ വ്യക്തിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നല്ല, അതിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നത് തന്നെ അതിന്റെ ഗൗരവവും അതിന്റെ പരിശുദ്ധയും പറയുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഷെയ്ഖ് ഫകൈഫ ഇദാ അബദഹു. അപ്പൊ അത് തന്നെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. സ്വാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതിന് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോ ആ വ്യക്തിയെ ആരാധിച്ചാൽ എന്ത് ഗൗരവമായിരിക്കും, എത്ര വലിയ തെറ്റായിരിക്കും അത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫി സ്വഹീഹി അൻ ആയിഷത റളിയല്ലാഹു അൻഹ, ഇതിന്റെ ആദ്യത്തിൽ ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന ഉമ്മ സലമത ذكرت لرسول الله صلى الله عليه وسلم كنيسة
റഅത്ഹാ ബിഅർളിൽ ഹബശതി വമാ ഫീഹാ മിനസ്സുർ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറയാണ്, കനീസ എന്ന് പറഞ്ഞാൽ നസാറാക്കളുടെ മഅബദ്, ഇബാദത്ത് ചെയ്യപ്പെടാൻ നസാറാക്കളുടെ ആരാധനാലയം, അതിനാണ് കനീസ എന്ന് പറയുക. അപ്പോ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബ്സീനിയയിൽ പോയ സമയത്ത് അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു. ആ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന രൂപങ്ങളെ പറ്റിയിട്ടും ചിത്രങ്ങളെ പറ്റിയിട്ടും അവിടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞു കൊടുത്ത സന്ദർഭത്തിൽ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഇദാ മാത ഫീഹിം അർ-റജുലു സ്വാലിഹ് അവൽ അബ്ദു സ്വാലിഹ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ രൂപവും അതുപോലെ കോലവും വിഗ്രഹങ്ങളും അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ സ്വാലിഹായിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദൻ, അവരാ ഖബറിന്റെ മേലെ ഒരു മസ്ജിദ് കെട്ടിപ്പടുക്കും. അതായത് സ്വാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടു വിചാരിക്കുക, ആ മരണപ്പെട്ട ആളെ ഖബറടക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിക്കൊണ്ട് അവർ എന്ത് ചെയ്യും, ഒരു മസ്ജിദ് ഉണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, അങ്ങനെ ആ മരിച്ച വ്യക്തിയുടെ രൂപമെല്ലാം ആ മസ്ജിദിൽ അവർ വരച്ചു വെക്കുകയോ രൂപമുണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. നോക്കൂ, മുൻഗാമികളിൽ അഥവാ നസാറാക്കൾ അവർക്ക് സംഭവിച്ച പിഴവിന്റെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സ്വാലിഹ്യങ്ങളുടെ വിഷയത്തിൽ സംഭവിച്ച ഗുലൂവിന്, സ്വാലിഹ്യങ്ങളെ മഹത്വപ്പെടുത്തുന്നതിൽ പരിധി വിട്ട ഒരവസ്ഥയായിരുന്നു ഈ കാര്യം. അതെന്താണ്? അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഈ സ്വാലിഹ്യങ്ങളോ അതുപോലെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരാ ഖബറിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കും, ആരാധനാലയം ഉണ്ടാക്കും. അള്ളാഹുവിനെ ആരാധിക്കാനാണെങ്കിലും അവരതുപോലെ മസ്ജിദുകൾ ഉണ്ടാക്കും, ആരാധനാലയങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ആ മരിച്ച ആളുടെ രൂപമെല്ലാം ചിത്രമെല്ലാം അവിടെ വരച്ചു വെക്കുന്ന, അവിടെ ഉണ്ടാക്കി വെക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇങ്ങനെ ഉള്ളത് എന്താണ്? ഇത് ശിർക്കിലേക്ക് എത്തിക്കും. ഇത് കുറച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ആ ഖബറിന്റെ മേലെ ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത് തന്നെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞൊരു വാക്ക് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ സൃഷ്ടികളിൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളാണ് അവർ. സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഇതുപോലെ മസ്ജിദുകൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള അവസ്ഥ എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഇത് തന്നെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് കാലത്ത് കാണുന്നത് പോലെ മരണപ്പെട്ട ആളുടെ ഖബറിൽ പോയി അയാളോട് ദുആ ചെയ്യുന്ന, അയാളോട് സഹായം തേടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തു വലിയ തെറ്റായിരിക്കും. ശിർക്കുൻ അക്ബറാണ്. അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്സീനിയയിൽ വെച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കണ്ട ഈ കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ഹദീസിൽ വലഹുമാ അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മാ നുസില ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണസമയത്തുള്ള രോഗം ബാധിച്ച ആ സമയത്ത്, രോഗശയ്യയിലായിരിക്കുന്ന ആ സമയത്ത്, طفق يطرح خميصة له على وجهه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു, അവിടുന്ന് ഇങ്ങനെ അവിടുത്തെ ഒരു തുണി, ഒരു വസ്ത്രം അത് മുഖത്തിലൂടെ ഇങ്ങനെ ഇടാൻ തുടങ്ങുമായിരുന്നു. മുഖത്തിന് മുകളിലൂടെ ആയിട്ട്, തലയുടെ മുകളിലൂടെ ആയിട്ട് ഇടുമായിരുന്നു. ഫൈദാ റുതമ്മ ബിഹാ കശഫഹാ, അങ്ങനെ കുറെ നേരം ഇട്ടിട്ട് ശ്വസിക്കാനും എല്ലാം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാകുമ്പോൾ അത് തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു വെക്കുമായിരുന്നു. ഫഖാല വഹുവ കദാലിക്, അങ്ങനെ ആ മരണശയ്യയിൽ മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന, അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂതന്മാരുടെ മേലെയും നസാറാക്കളുടെ മേലെയും അള്ളാഹുവിന്റെ ശാപം. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരെന്ത് ചെയ്തു, അംബിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അംബിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഖബറിന്റെ മേലെ മസ്ജിദ് കെട്ടിപ്പടുത്ത് അതൊരു മസ്ജിദാക്കി മാറ്റും. അതല്ല എങ്കിൽ ആ ഖബറിന്റെ അടുക്കൽ സുജൂദ് പോലെയുള്ള, നിസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ ചെയ്യും. ഈ ബാബിൽ പറയുന്നുണ്ട്, അഥവാ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ് മസ്ജിദ് എന്ന് പറയുന്നത്.
അപ്പൊ ആ ഖബറിനടുക്കൽ പോയി സുജൂദ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അവസാന സമയത്ത് പറഞ്ഞാണത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, യുഹദ്ദിറു മാ സനഉ വലൗലാ ദാലിക, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്ത അഥവാ ജൂത നസാറാക്കൾ ചെയ്ത ആ കാര്യത്തെക്കുറിച്ച് ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ്, വലൗലാ ദാലിക ഉബ്രിസ ഖബ്റുഹു ഗൈറ അന്നഹു ഖുശിയ അയ്യുത്തഖദ മസ്ജിദ. ആ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്ത് വരെ ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അതായത് മറ്റുള്ള സ്വഹാബികളാണെങ്കിലും അവർക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ, എപ്പോഴും വരാൻ പറ്റുന്ന രീതിയിൽ, ആ ഖബറിൽ ഇങ്ങനെ സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ, സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ തുറന്നു കൊടുത്തിട്ടില്ല. എന്താ കാരണം? ഈ ഹദീസാണ് കാരണം. എന്താണ്? ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറെങ്ങാനും ഒരു മസ്ജിദായി ആളുകൾ എടുക്കുമോ എന്നുള്ള പേടിയാണ് അതിന് കാരണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞതായിട്ടും ഹദീസുകളിൽ നമുക്ക് കാണാം. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര ഗൗരവമുള്ള കാര്യം ഇത്. അവിടെ അവരെ ആരാധിച്ചു എന്നല്ല പറയുന്നത്, അവരുടെ ഖബറിന്റെ അടുക്കൽ അതിനെ മസ്ജിദായി എടുക്കുന്ന, ആ ഖബറിനെ മസ്ജിദാക്കുന്ന, ആ ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കുന്ന, ആ ഖബറിന്റെ അടുക്കൽ ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായതിനെ പറ്റി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം അവരുടെ മേലെ ഉണ്ടായിട്ടുണ്ട്, ജൂത നസാറാക്കളുടെ മേലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഔലിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും വിഷയത്തിൽ അതിര് കവിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു ഹദീസ്, വലിമുസ്ലിമിൻ അൻ ജുൻദുബ് ഇബ്നു അബ്ദില്ലാ ഖാല, ജുൻദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിൽ. സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബിഖംസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന്റെ 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, വഹുവ യഖൂൽ, അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, മനുഷ്യരുടെ ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഖലീൽ ഉണ്ടാവുക എന്നതിനെ തൊട്ട് ഞാൻ ഒഴിവായിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന വിഷയത്തിൽ ഞാൻ ഒഴിവാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് അള്ളാഹുവിന്റെ ഖലീലുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്? ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് പറഞ്ഞതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഖലീലാക്കി തെരഞ്ഞെടുത്തിട്ടുണ്ട്. കമത്തഖദ ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കിയതുപോലെ തന്നെ. വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീലൻ, ഞാനെങ്ങാനും എന്റെ ഉമ്മത്തിൽ ആരെയെങ്കിലും ഒരു ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ, ഉറ്റമിത്രമായി തെരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ, ലത്തഖൽതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ എന്റെ ഉറ്റമിത്രമായി ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നു. എന്നിട്ട് പറയാണ്, അലാ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, വഇന്ന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആളുകൾ, ജൂത നസാറാക്കൾ, കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ ചെയ്യാറുണ്ടായിരുന്നത് അവരുടെ അമ്പിയാക്കൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കുമായിരുന്നു. ഒന്നുകിൽ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഇബാദത്തുകൾ നിർവഹിക്കുമായിരുന്നു. അലാ ഫലാ തത്തഖിദു അൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ഖബറുകളെ മസ്ജിദുകളായി നിങ്ങൾ മാറ്റരുത്. ഖബറിന്റെ മേലെ മസ്ജിദ് കെട്ടിപ്പടുക്കുകയോ അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ പോയി ഇതുപോലുള്ള ഇബാദത്തുകൾ ചെയ്യുകയോ ചെയ്യരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക്, ഞാനിതാ നിങ്ങൾക്കത് വിരോധിച്ചിരിക്കുന്നു എന്ന് പറയാം. വലിയൊരു ഫിത്നയാണ് ഈ ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനുഷ്യരുടെ വിശ്വാസത്തിനെ പിഴപ്പിച്ചു കളയുന്ന, ഏറ്റവും വലിയ ശിർക്കിലേക്ക് എത്തുന്നതിൽ ആളുകളെ ബാധിച്ചിട്ടുള്ള ഫിത്നകളിൽ ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യമാണ് ഫിത്നത്തുൽ ഖുബൂർ, ഖബറിന്റെ ഫിത്ന എന്നുള്ളത്. എത്ര ആളുകളാണ് അകപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ആ ഫിത്നയിൽ അകപ്പെട്ടുള്ള ആളുകളാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് മുൻഗാമികളുടെ രീതിയാണ്.
ജൂതനസാറാക്കൾ അവർ ചെയ്തിട്ടുള്ള കാര്യമാണ്, അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും നബിമാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ അവർ മസ്ജിദുകളായി എടുക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അതിനടുത്ത് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ ഞാൻ അതിനെ തൊട്ട് വിരോധിക്കുന്നു. എവിടെയാണ് ഇത് ചെയ്യുന്ന ആളുകൾ ഈ ഹദീസിനെ മനസ്സിലാക്കുക? ഇനി ഹദീസ് ളൈഫാണ്, അല്ലെങ്കിൽ മൗദൂആണ്, തള്ളാം, ഹദീസ് നിഷേധിക്കാന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് സ്വഹീഹ് മുസ്ലിമിലും എല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. എല്ലാ മുസ്ലിം സമൂഹം മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഹദീസുകളാണ്. അതിനെയും നിഷേധിക്കേണ്ടി വരും ഈ ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഞാൻ അതിനെ വിരോധിക്കുന്നു എന്നുള്ളത്. അപ്പൊ എത്ര ഗൗരവമാണ് ഖബറുകളുടെ അടുക്കൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അതിനൊരു മസ്ജിദായി എടുക്കുന്നതും. അതുപോലെ തന്നെ ഈ ഒരു കാര്യവും ഒരിക്കലും ഇപ്പൊ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഒരിക്കലും ഖബറും അതുപോലെ നിസ്കാരവും അല്ലെങ്കിൽ മസ്ജിദും ഒരുമിക്കയില്ല എന്നാണ്. ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ ഇസ്ലാമിലില്ല. ഖബറിനെ മസ്ജിദാക്കുന്ന അവസ്ഥ ഇസ്ലാമിലില്ല. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിരോധിച്ചിട്ടുണ്ട്. ഇതിനെ തുടർച്ചയായിക്കൊണ്ട് പറയുന്ന ചില വാക്കുകൾ ഫഖദ് നഹാ അൻഹു വഹുവ ഫി ആഖിരി ഹയാതിഹി. ശൈഖ് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിരോധിച്ചിട്ടുള്ളത് അവിടുത്തെ അവസാന സമയത്താണ്. നമ്മൾ മനസ്സിലാക്കണം, മരണത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ثم إنه لعن وهو في السياق من فعله. അത് ചെയ്ത ആളുകളെ ശപിക്കുന്ന അവസ്ഥയിലും പറഞ്ഞിട്ടുണ്ട്. വസ്സലാത്തു ഇൻദഹാ മിൻ ദാലിക് വഇൻ ലം യുബ്ന മസ്ജിദുൻ. ഒരു മസ്ജിദ് ഖബറിന്റെ മേലെ കെട്ടിപ്പടുത്തിട്ടില്ല എങ്കിലും അതിന്റെ അടുക്കൽ നിസ്കരിക്കലും അതേപോലെ തന്നെയാണ്. വഹു മഅന ഖൗലിഹ, അതാണ് ഇതിന്റെ അർത്ഥം. ഖുശിയ അയ്യുത്തഖദ മസ്ജിദ, നേരത്തെ പറഞ്ഞല്ലോ മസ്ജിദ് ആക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നുള്ളത്. ഫഇന്ന സ്വഹാബത ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ. ഒരിക്കലും സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കിയിട്ടില്ല, അവരതിൽ ഒരുങ്ങിയിട്ടില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ വേറൊരു ഫിത്ന ഉണ്ടാക്കുന്നതാണ്, ഖബറും മസ്ജിദും ഒരുമിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? മദീനത്ത് കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറും മസ്ജിദും ഒരുമിച്ചിട്ടല്ലേ എന്നുള്ളത്. അത് ഇപ്പൊ ഒരു മനസ്സിലാക്കേണ്ട ഏതൊരു സാധാരണക്കാരനും ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള മസ്ജിദുൻ നബവി എന്നുള്ളതിനേക്കാൾ എത്രയോ വിശാലമായിട്ടാണ് ഇന്ന് മസ്ജിദ് നബവി ഉള്ളത്. അതിന്റെ കാലദൈർഘ്യം കൊണ്ടും പല ഭരണാധികാരികളും അതിനെ വലുതാക്കി പണിതുകൊണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിന്ന് തൊട്ടടുത്തായിട്ടുള്ള ആയിഷ ബിയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുള്ളത്. മസ്ജിദ് വലുതാക്കിയപ്പോൾ അത് ഒരുമിച്ച് വന്നു എന്നല്ലാതെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ ഈ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് അങ്ങനെയല്ല അതിന്റെ അടിസ്ഥാനം. അപ്പോ ഇജി പറയാണ് എന്താണ് ഖബറിന്റെ അടുക്കൽ നിസ്കരിച്ചാൽ അത് മസ്ജിദ് ആകും എന്നുള്ളതിനൊരു കാരണം പറയാണ്. വകുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മാ മസ്ജിദൻ. ഏതൊരു സ്ഥലവും അവിടെ നിസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെ മസ്ജിദ് എന്ന് പറയും. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജുഇലത് ലി അൽ അർദു മസ്ജിദൻ വതഹൂറൻ. എനിക്ക് ആക്കപ്പെട്ടിട്ടുണ്ട് ഭൂമിയെ മസ്ജിദായിക്കൊണ്ടും ശുദ്ധീകരിക്കുന്ന തയമ്മും ചെയ്യാവുന്ന കാര്യമാക്കിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അഥവാ നമ്മുടെ ഈ ഉമ്മത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അവസരമാണ്. എന്ത് ചെയ്യാം? ഭൂമിയിൽ എവിടെ വെച്ചിട്ടും ശുദ്ധിയുള്ള ഏതൊരു സ്ഥലത്ത് വെച്ചും നിസ്കരിക്കാം. ഇനി വെള്ളമില്ലാത്ത അവസ്ഥയിൽ മണ്ണ് കൊണ്ട് അവർക്ക് തയമ്മും ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കുകയും ചെയ്യാം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കുക, നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതെല്ലാം അതിനെ മസ്ജിദായി എടുക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആശയം നോക്കൂ. അവസാന സമയത്ത് പോലും, മരണസമയത്ത് പോലും, കാരണം അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞാൽ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഈ ഒരു തരത്തിൽ ഫിത്നയായി മാറരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിനോട് അടുത്ത സമയത്ത് ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതായി കാണാം. ഈ ബാബിലെ അവസാനത്തെ ഒരു ഹദീസ് വലി അഹ്മദ ബിസനദിൻ ജയ്യിദിൻ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇന്ന മിൻ ശിറാറിൻ നാസി മൻ തുദ്രികുഹുമുസ് സാഅതു വഹും അഹ്യാഉൻ. അന്ത്യനാൾ സംഭവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളായിരിക്കും. എന്നിട്ട് അവരുടെ പ്രത്യേകത പറയാണ്, വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ.
ഖബറുകളെ മസ്ജിദായി എടുത്ത ആളുകളായിരിക്കും അവർ. അതായത് ലോകാവസാനം അന്ത്യനാൾ സംഭവിക്കുക എന്നുള്ളത് ഈ മനുഷ്യരിലെ ഏറ്റവും ചെറു നിറഞ്ഞ ആളുകളിലാണ് ലോകാവസാനം സംഭവിക്കുക. എന്നിട്ട് പറയാണ് ആ ആളുകളുടെ വിശേഷണങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തു ചെയ്യും? ഖബറുകളെ, ആ ഖബറിന്റെ മേലെ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ അതിനെ മസ്ജിദാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളിലാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഖബറുകളുടെ അടുക്കൽ പോയി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു സാലിഹായ ഒരു വ്യക്തിയുടെ ഖബർ, അയാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ഖബറിന്റെ മേലെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മസ്ജിദ് ഉണ്ടാക്കിയാലും അതിനെ വരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തിട്ടുള്ളത്. അപ്പോ ആ സാലിഹായ വ്യക്തിയെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടെങ്കിലോ, സുബ്ഹാനല്ലാഹ്, എന്ത് വലിയ ഗൗരവമാണത്. ആ വ്യക്തിയെ ആരാധിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ അത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അടുത്ത ബാബ് കൂടി ചേർത്തിട്ടാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഷർഹ് ചെയ്തിട്ടുള്ളത്. അടുത്ത ബാബ് രണ്ട് മൂന്ന് ഹദീസുകളേ ഉള്ളൂ, അതുകൂടി വായിക്കാം. അടുത്ത ബാബ് ما جاء أن الغلو في قبور الصالحين يصيرها أوثانا تعبد من دون الله. ما جاء أن الغلو في قبور الصالحين, സ്വാലിഹീങ്ങളുടെ ഖബറുകളിലുള്ള ഈ അതിര് വിടൽ, ഈ ഗുലൂവ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബാബുകളിൽ പറഞ്ഞ ഈ അതിര് കവിയൽ, യുസയ്യിറുഹ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്, ആ ഖബറുകളെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാക്കി അതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പറയുന്ന ഷേഖ് ഓരോ ബാബുകളും കൊടുത്തിട്ടുള്ള രീതി നോക്കൂ. ആദ്യത്തേതിൽ സാലിഹ്യങ്ങളുടെ വിഷയത്തിലുള്ള ഹുലൂവ് എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ആ ഹുലൂവിന്റെ ഉദാഹരണമായി ആ സാലിഹ്യങ്ങളുടെ മേലെ മസ്ജിദ് ഉണ്ടാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ ഗൗരവം പറഞ്ഞു. അടുത്തത് പറയുന്നത് ഇങ്ങനെ ചെയ്തിട്ടുള്ള അവസ്ഥ, ഈ ഹുലൂവ് എത്തിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറുകളെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളായി അവ മാറുന്ന അവസ്ഥയിലാണ് അവസാനം എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ഈ ബാബിൽ പറയുന്നത്. ഈ ബാബിലെ ഹദീസുകൾ റവാ മാലിക്കുൻ ഫിൽ മുവത്ത, ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ കൊടുത്തിട്ടുള്ള ഒരു റിവായത്താണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇസ്തജ്ജ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ കോപം ശക്തമായിട്ടുണ്ട്, കഠിനമായിട്ടുണ്ട് അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളായി തെരഞ്ഞെടുത്ത ആളുകളുടെ മേലെ, സമൂഹത്തിന് മേലെ അള്ളാഹുവിന്റെ കോപം ശക്തമായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. നോക്കൂ, ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ് പല ആളുകളും സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഖബറിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്, ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് അത് സ്വാലിഹ്യങ്ങളോടല്ലേ, അത് നബിമാരോടല്ലേ, അല്ലെങ്കിൽ ഔലിയാക്കളോടല്ലേ, അതെങ്ങനെയാണ് ഏതെങ്കിലും വിഗ്രഹത്തിന് മുമ്പിലോ കല്ലിന് മുമ്പിലോ പ്രാർത്ഥിക്കുന്ന ആളുകളെ പോലെ ആവുക എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റരുതേ എന്ന് പറയാൻ. അപ്പൊ ഖബർ എന്തായി മാറും? ഈ ഗുലൂവ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഖബറുകളെ മസ്ജിദുകളായി എടുക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹമായി മാറുന്ന അവസ്ഥയാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുന്ന, അവിടെ പോയി അറവ് നടത്തുന്ന, അവിടെ പോയി മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്ന, ആ രീതിയിൽ തൗഹീദിനെ പൂർണ്ണമായി തകർത്ത് കളയുന്ന ശിർക്കുൻ അക്ബർ സംഭവിക്കുന്ന അവസ്ഥയിലാണ് ആളുകൾ എത്തിച്ചേരുക. അടുത്ത ഒരു കൊടുത്തിട്ടുള്ള ഒരു അസർ, ഒരു തഫ്സീറാണ്. ഇബ്നു ജരീർ അസ്സബരി വലി ഇബ്നു ജരീറിൻ ബിസനദിഹി അൻ സുഫ്യാന അൻ മൻസൂരിൻ അൻ മുജാഹിദിൻ. ഇബ്നു ജരീർ അസ്സബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ സൂറത്തുൻ നജ്മിലെ 19ാമത്തെ ആയത്ത്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ എന്നുള്ള ആയത്ത്. അടുത്തത് വലിബ്നു ജരീറിൻ ബിസനദിഹി അൻ സുഫ്യാൻ അൻ മൻസൂർ അൻ മുജാഹിദ്. ഇബ്നു ജരീർ അസ്സബരി റഹിമഹുല്ലാഹ് മുജാഹിദ് റഹിമഹു എന്ന് കൊടുക്കുന്ന ഒരു തഫ്സീറാണ്.
സൂറത്ത് നജ്മിലെ 19-ാമത്തെ ആയത്തിൽ അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, അന്ന് മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്ന അവർ ആരാധിച്ചിരുന്ന ഇലാഹുകളിൽപ്പെട്ട ഒന്നാണ് അല്ലാത്ത. ലാത്ത എന്നുള്ളത് ഒരു വിഗ്രഹമായിരുന്നു, ഉസ്സ എന്നുള്ളത് ഒരു വൃക്ഷമായിരുന്നു. അപ്പൊ ലാത്ത ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം എന്താണ് ലാത്ത എന്നിനെ പറയാണ്. കാന യലുത്തു ലഹും അസ്സവീഖ ഫമാത ഫഅകഫു അലാ ഖബ്രിഹി. ഈ ലാത്ത എന്ന് പറഞ്ഞത് അവരിലുണ്ടായിരുന്ന അവരുടെ പൂർവികന്മാരിലൊക്കെ അവർക്ക് സവീഖ് എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള പാനീയ വിഭവം എന്താണ് അതിനെ കൊടുക്കാറുള്ള, അതിനെ കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കാറുള്ള, നൽകാറുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ വ്യക്തി മരണപ്പെട്ടപ്പോൾ ഫഅകഫു അലാ ഖബ്രിഹി, ആ വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ അവർ ഇഅ്തികാഫ് അതിന് ചുറ്റും തടഞ്ഞുകൂടിയിരിക്കാൻ തുടങ്ങി. വകദാ ഖാല അബൂ ജൗസാ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, കാന യലുത്തു സവീഖ ലിൽ ഹാജ്, ഹാജിമാർക്ക് ഇതുപോലെ കുടിക്കാനും മറ്റും കഴിക്കാനും എല്ലാമുള്ള ഈ സവീഖ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു ഈ ലാത്ത എന്നുള്ള വ്യക്തി. ആ വ്യക്തി മരണപ്പെട്ടപ്പോൾ അതിന്റെ ഖബറിനടുക്കൽ ചടഞ്ഞുകൂടിയിരിക്കുകയും പിന്നീട് അതിന്റെ രൂപത്തിൽ വിഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതിവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വാലിഹീങ്ങളുടെ ഖബറിൽ ഗുലൂവ് സംഭവിച്ച് പിന്നീട് അത് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഖബർ ആ തരത്തിലുള്ള ഒരു കാര്യമായി മാറും, അല്ലെങ്കിൽ ഖബറുമായി ബന്ധപ്പെട്ട് അതുപോലെ വിഗ്രഹം കൊത്തിയുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. അപ്പൊ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. وعن ابن عباس رضي الله عنهما قال, അടുത്തൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് സായിറാത്തിൽ ഖുബൂർ, ഖബറുകളെ സന്ദർശിക്കുന്ന സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. വൽ മുത്തഖദീന അലൈഹ, അതുപോലെ തന്നെ അതിനെ അലൈഹ അൽ മസാജിദ, ഖബറിന്റെ മേലെ മസ്ജിദ് കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ അതിനെ മസ്ജിദായി എടുക്കുന്ന ആളുകളെ. വസ്സുറുജ, അതുപോലെ തന്നെ ഖബറിന്റെ മേലെ പ്രത്യേകം വിളക്ക് കത്തിക്കുന്ന ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ ഈ ജാറങ്ങളിലൊക്കെ സ്ത്രീകൾ കൂട്ടമായിട്ട് അവരുടെ കുടുംബക്കാരുടെ ഖബർ തന്നെ സ്ത്രീകൾ സന്ദർശിക്കുക എന്നുള്ളത് പാടില്ലാത്തൊരു കാര്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഏതോ ഒരാള്, ആരാന്ന് അറിയില്ല, അങ്ങനെ ഒരാൾ ഉണ്ടോന്ന് തന്നെ അറിയില്ല, അയാൾ മുസ്ലിം ആണോ എന്ന് തന്നെ അറിയില്ല, അങ്ങനത്തെ വരെ ജാറങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനത്തെ ജാറങ്ങളിലേക്കെല്ലാം സ്ത്രീകൾ പല നാടുകളിൽ നിന്ന് പോയി അവനെ സിയാറത്ത് ചെയ്യുന്ന അവസ്ഥ എന്ത് ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ശൈത്താൻ ആളുകളെ തെറ്റിക്കുന്നത് നോക്കൂ ദീനിൽ നിന്ന്. അതുപോലെ തന്നെ വൽ മുത്തഖദീന അലൈഹൽ മസാജിദ, അതിനെ മസ്ജിദായി എടുക്കുക, ഒന്നെങ്കിൽ മസ്ജിദ് കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ അതിനു മുമ്പ് സുജൂദ് ചെയ്യുക. ഈ അടുത്ത് പോലും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും, നമ്മൾ ഓരോ ക്ലിപ്പുകളും വീഡിയോസും ഒക്കെ ആയിട്ട് പല നാടുകളിലുള്ള അവസ്ഥ. കേരളത്തിൽ തന്നെ ജാറങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. എത്ര ഗൗരവമുള്ളതാ, സുജൂദ് ചെയ്യുന്ന സ്ഥലമായിട്ട് അതിനെ എടുക്കുന്നു. വസ്തുറുജ, പ്രത്യേകം വിളക്ക് കത്തിക്കുക എന്നുള്ളത്, അതിനെ ഒന്ന് ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അണിയിച്ചൊരുക്കുന്ന രീതിയിൽ അതിനെ പ്രത്യേകമായി വിളക്ക് കത്തിക്കുക എന്നുള്ളത്, ഈ തരത്തിലൊക്കെ അതിര് കവിഞ്ഞുകൊണ്ട് അതിനെ ഒരു വിഗ്രഹമായി കാണുന്ന, അതിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറ്റുന്ന അവസ്ഥയാണ് ഈ ഗുലൂവിന്റെ അനന്തര ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ ബാബുകൾ, ഒന്നാമത്തേത് സ്വാലിഹീങ്ങളുടെ മേലുള്ള ഗുലൂവ് കൊണ്ടാണ് ശിർക്ക് വന്നത് എന്നുള്ള വിഷയം പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞു. അത് ഖബറുകളിൽ അവിടെ അള്ളാഹുവിനെ ആരാധിക്കുകയാണെങ്കിലും, സ്വാലിഹീങ്ങളുടെ ഖബറിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മസ്ജിദ് ഉണ്ടാക്കിയാലും അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാലും അതിന്റെ ഗൗരവം പറഞ്ഞു. അതിനുശേഷം അത് ഈ ബാബിൽ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ പിന്നീട് ഉണ്ടായിട്ടുള്ളത് ആ ജാറങ്ങൾ വിഗ്രഹമായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അത് അന്നും അതെ, ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് ബാബുകളെയും ഷർഹ് നമുക്ക് വായിക്കാനുണ്ട്. ഇമാം സഅദി റഹിമഹുള്ളയുടേത്. അത് ഇപ്പോൾ വായിച്ചാൽ കുറച്ച് സമയം എടുക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അതിന്റെ ഷർഹ് നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫിത്നകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.
വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.